ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത് Trueview എന്ന കമ്പനിയുടെ 360 ക്യാമറയാണ്. ഞാൻ വീഡിയോ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് CCTV പലതരത്തിലുള്ള ബ്രാൻഡിൻ്റെ CCTV ഇൻസ്റ്റാളേഷൻ ചെയ്യലുണ്ട്. അപ്പോൾ അതിലേകദേശം ഇല്ല ഒന്നാണ് ഇത്തരത്തിലുള്ള ഈ ദാഹുവിൻ്റെ ബുള്ളറ്റ് ക്യാമറ, അതേപോലെ ഹിക്വിഷൻ എന്ന കമ്പനീൻ്റെ അതേപോലെ വേറെ ക്യാമറ. നമ്മൾ ഇത്തരത്തിലുള്ള ഈ ക്യാമറയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിന് DVR വേണം, അതേപോലെ പവർ സപ്ലൈ വേണം, പിന്നെ അതുപോലെ എല്ലാ രീതിയിലേക്കും വലിക്കുമ്പോൾ നമുക്ക് കുറേ കേബിൾ ആവശ്യം വരും. അത്തരത്തിൽ കുറേ നമുക്ക് പൈസേൻ്റെ ഒരു ആവശ്യം വരും. അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഈ Trueviewൻ്റെ ഈ ഒരു 360 ക്യാമറ. ഇത് നോക്കുക ഗൈസ്, ഇതിൽ ഓഡിയോ വീഡിയോ റെക്കോർഡാണ്. ഇതിൽ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് പറ്റും. 3 MB വീഡിയോ അനലോഗ് വിത്ത് ഹൈ ക്വാളിറ്റി ഓഡിയോ റെക്കോർഡിംഗ് ഫോർ എക്സലന്റ് AV പ്ലേബാക്ക്. അതുപോലെ തന്നെ ഇന്റലിജന്റ് ഡിറ്റക്ഷൻ, അതുപോലെ സ്റ്റോറേജ് SD കാർഡ് അപ് ടു 256 GB വരെ ഇതിൽ സപ്പോർട്ട്. അതുപോലെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫുള്ള് നിയന്ത്രിക്കുന്നത്. പിന്നെ അതുപോലെ നൈറ്റ് വിഷൻ ഉണ്ട്. കുറേ കളർ മോഡ് ഗൈസ്. ഇത് ഓൾ ടൈം കളർ മോഡ്, അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. പിന്നെ ഇന്റലിജന്റ് നോക്കി, രണ്ട് തമ്മിൽ വ്യത്യാസം നോക്കി ഗൈസ്. നൈറ്റ് വിഷൻ മോഡ് നോക്കി, ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് തന്നെ നല്ല ഒരു ക്വാളിറ്റിയിൽ വീഡിയോ നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ പറ്റും. പക്ഷെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ഈ ക്യാമറ അനുയോജ്യമാണെന്നില്ല. ആ സമയത്തുള്ള നമ്മൾ ഇതുപോലുള്ള പല കമ്പനികളെ ബുള്ളറ്റ് ക്യാമറ, ഇപ്പോൾ ദാഹുവിൻ്റെ ആണെങ്കിലും ഹിക്വിഷൻ്റെ ആണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമറയാണ് നമ്മൾ ഓരോ വീട്ടിലും യൂസ് ആക്കുന്നത്. ഇത്തരത്തിലുള്ള കുറേ ക്യാമറ നമ്മൾ ചില സന്ദർഭങ്ങളിൽ എടുക്കും. അപ്പോൾ ഇപ്പോൾ ചെറിയ ഷോപ്പിലാണെങ്കിലും അതുപോലെ ചെറിയ വീടുകളിൽ അത്തരത്തിലുള്ള യൂസ് ആക്കുന്ന ഒരു ക്യാമറയാണ് ഇത്. ഇതിൽ കണ്ടോ, ഇതിൽ ഇപ്പോൾ ഈ ഒരു QR കോഡ്, ഇത് ആൻഡ്രോയിഡ് ആപ്പ്. നമ്മൾ ഈ QR കോഡ് വെച്ച് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിനുള്ളിൽ തന്നെയാണ് ഗൈസ് നമുക്ക് ഈ ക്യാമറ ഒരു ഡെലിവറി ചെയ്യുന്നത്. നമുക്കിത് എടുത്തു നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ 360 ആംഗിളുള്ള ക്യാമറ. ഇതിൻ്റെ മൈക്കിൻ്റെ പോർഷൻ, അതുപോലെ തന്നെ ബാക്കിൽ SD കാർഡിൻ്റെ ഒരു നമുക്ക് തുറന്ന SD കാർഡ് യൂസ് ആക്കാൻ, അത് റീസെറ്റ് ആക്കാനുള്ള ഓപ്ഷൻ അതിൽ തന്നെയുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് കണ്ടോ, ഒരു സൈഡിൽ മെമ്മറി കാർഡ് ആണുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ ഒരു സിം ഇടാനുള്ള ഒരു ഓപ്ഷൻ. 360 ക്യാമറ കൊണ്ട് നമുക്ക് സിം യൂസ് ആക്കാൻ പറ്റും, അതുപോലെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതുപോലെ ഇത് അടച്ചു വെക്കാം. അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന ഈ സ്ക്രൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഈ ക്യാമറ ഷൂട്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഭിത്തിക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു രീതിക്ക് നമുക്ക് വെച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ 360 നമുക്ക് വേണ്ട എല്ലാ ആംഗിളും നമുക്കിപ്പോൾ ഇത് വെച്ച് നമുക്ക് കവറാക്കാൻ പറ്റും. അതുപോലെ ഇതാണ് ഇതിൽ ഇപ്പോൾ DC ഒരു പോർട്ട് ഉണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പവർ. അതിൻ്റെ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലുണ്ട്, അതിൻ്റെ പവറിൻ്റെ അഡാപ്റ്റർ. അതുപോലെ വിഷ്വൽ കിട്ടാൻ വേണ്ടി ഒരു RJ45 ഒരു കണക്ടറും കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ചെറിയൊരു 360 ആംഗിളുള്ള ഒരു ക്യാമറ. ചെറിയ പ്രൈസ് ഇതിന് ഇപ്പോൾ ഒരു സൈറ്റിൽ ഓരോ പ്രൈസ് ആയിരിക്കും. ചെറിയ റേറ്റിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഷോപ്പിലാണെങ്കിലും ചെറിയ വീട്ടിലാണെങ്കിലും ക്യാമറ ഒക്കെ ഉദ്ദേശിക്കുന്നവർ ഇത്തരത്തിലുള്ള ഒരു ക്യാമറ മേടിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ
നമ്മുടെ ഇതിനുള്ള അവരൊരു കാർഡ് ഉണ്ട് ഗൈസ്, താങ്ക് യു ഫോർ പർച്ചേസിങ്. പിന്നെ അവരൊരു പേജിൻ്റെ, അതുപോലെ നമ്മൾ ഈ ആപ്പ് എങ്ങനെ എടുക്കേണ്ടത് അതെങ്ങനെ യൂസ് ആക്കേണ്ടത് നമുക്കിതിൽ കറക്റ്റ് QR കോഡ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ട്. നമ്മൾ ക്യാമറയ്ക്ക് പവർ വേണ്ടിയുള്ള എല്ലാ സാധനവും അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ ബോക്സിൽ അവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ തന്നെ വെക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സംശയം നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും.